ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ആയിരിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടം മുഴുവനും ദൈവം അങ്ങിങ്ങായി നമ്മെ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചിതമായ ചില വേദഭാഗങ്ങളാണ് ഞാനിവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ് ചില വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 32 മുതലാണ്. അവിടെ അപ്പോസ്തലനായ പത്രോസിൻ്റെ അതിപ്രധാനമായ ചില ശുശ്രൂഷകളെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 32 മുതൽ ഒന്ന് വായിച്ചാട്ടെ, 35 വരെ. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ആമേൻ. നമുക്ക് നാം ഈ ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. പത്രോസിന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ 3 ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ ചിന്തിക്കുവാൻ സമയം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ. അതിൽ പ്രാരംഭമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അവിടെ നാം വായിക്കുന്നു, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും താൻ ചെന്നു. അപ്പോൾ താൻ ഒരു സഞ്ചാര ശുശ്രൂഷകനായി തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എല്ലാം അനേക ഇടങ്ങളിൽ യാത്ര ചെയ്ത് ലുദ്ദ എന്ന് പറയുന്ന ആ സ്ഥലത്ത് താൻ എത്തി. യെരുശലേമിൽ നിന്നും ഏകദേശം 25 മൈൽ ദൂരമുള്ള ഒരു പട്ടണമാണ് ലുദ്ദ എന്നുള്ള പട്ടണം. ഇവിടെ ഒരുപറ്റം വിശുദ്ധന്മാരുണ്ട്. അവർ എങ്ങനെയാ ദൈവകൃപയിലേക്ക് വന്നത് എന്ന് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളില്ല. എങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്, അഭിപ്രായപ്പെടുന്നത്, ഒന്നുകിൽ പെന്തക്കോസ്ത് ദിവസത്തിൽ യെരുശലേമിൽ നടന്ന പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ട യഹൂദ ജനം യെരുശലേമിലേക്ക് വന്ന ആ ദിനങ്ങളിലാണല്ലോ പെന്തക്കോസ്ത് ദിനം അവിടെ ഉണ്ടായത്. അഥവാ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. അപ്പോൾ അവിടെ നാം വായിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ പാർക്കുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് ഓടിക്കൂടി വന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു പക്ഷേ അന്ന് അവിടെ വന്ന ആ ജനസമൂഹത്തിന്റെ നടുവിൽ ലുദ്ദയിൽ നിന്നുമുള്ള ആളുകളും പെട്ടിരിക്കാം. അവർ പത്രോസിന്റെ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവകൃപയിലേക്ക് വന്ന് അവർ അതാത് സ്ഥലങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ വീണ്ടും അന്യോന്യം പങ്കുവെച്ച് അവിടെ ഒരുപറ്റം വിശുദ്ധന്മാർ എഴുന്നേറ്റിരിക്കാം. അല്ല എങ്കിൽ നാം വായിക്കുന്നു, വിശുദ്ധന്മാരുടെ നടുവിൽ ഒരു വലിയ ഉപദ്രവത്തിന്റെ കാലഘട്ടമുണ്ടായി. ആ ഉപദ്രവത്തിന്റെ കാലഘട്ടത്തിൽ യെരുശലേമിൽ നിന്നും ചിതറിപ്പോയ അനേക വിശുദ്ധന്മാർ അനേക ഇടങ്ങളിൽ, റോമിന്റെ പല ഇടങ്ങളിൽ, മറ്റു പല സംസ്ഥാനങ്ങളിൽ, പല പട്ടണങ്ങളിൽ അവർ ചിതറിക്കപ്പെട്ടു, ഓടിപ്പോയി, ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. പക്ഷെ ജീവരക്ഷാർത്ഥം ഓടിപ്പോയ ആരും അവിടെ പോയി അനങ്ങാതെ ഇരുന്നില്ല. അവരെല്ലാവരും പോയ ഇടങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം വഹിച്ചു. അങ്ങനെ അനേകർ വിശ്വസിച്ച ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങി. അങ്ങനെ ലുദ്ദയിലും ഒരുപറ്റം വിശുദ്ധന്മാർ
ദൈവകൃപയിലേക്ക് വന്നു. അങ്ങനെ പത്രോസ് എല്ലായിടവും സഞ്ചരിച്ച് താൻ എവിടെ എത്തി? ലുദ്ദയിലെത്തി. ലുദ്ദയിലെത്തിയപ്പോൾ അവിടെ ഒരുപറ്റം വിശുദ്ധന്മാരുണ്ടെന്നുള്ള അറിവ് തനിക്ക് ലഭിക്കുകയും താൻ അവരുടെ നടുവിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അങ്ങനെ അവിടെ കടന്നു ചെന്ന് അവരുടെ നടുവിൽ ശുശ്രൂഷിക്കുമ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലാക്കി. ആ പട്ടണത്തിൽ ഐനേയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പക്ഷപാത രോഗം പിടിച്ച് 8 വർഷമായി കിടപ്പില്ല. അപ്പോൾ ആ മനുഷ്യന്റെ ആ അവസ്ഥ പത്രോസ് മനസ്സിലാക്കിയിട്ട് പത്രോസ് ആ മനുഷ്യന്റെ അടുക്കൽ, അല്ലെങ്കിൽ അവൻ പാർക്കുന്ന ഭവനത്തിൽ പത്രോസ് ചെന്നിട്ട് താൻ പറയുകയാണ്, അനനിയാസിനോട് പറയുകയാണ്, അനനിയാസേ നീ എന്ത് ചെയ്യണം? താനായി തന്നെ കിടക്ക വിരിച്ച് കൊള്ളുക എന്ന് പറഞ്ഞാൽ നീ എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ 8 വർഷമായി തളർവാദം പിടിച്ച് പക്ഷപാത രോഗം പിടിച്ച് അനങ്ങുവാൻ വയ്യാതെ മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ അഥവാ മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയുന്ന ഈ വ്യക്തിയോട് പത്രോസ് പറയുകയാണ്, നീ താനായി തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? നിന്റെ കിടക്ക വിരിക്കുവാൻ. എവിടുന്നായിരിക്കും ഈ പ്രചോദനം പത്രോസിന് ലഭിച്ചത്? മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് അതിന്റെ ആദ്യം അതിന്റെ 35-ാം വാക്യം ഒന്ന് വായിച്ചു. 9-ന്റെ സ്തോത്രം. അവനെ കണ്ടെന്ത് ചെയ്തു? കർത്താവിലേക്ക് തിരിഞ്ഞു. നമുക്കറിയാം, ഒരിക്കൽ നമ്മുടെ യേശു കർത്താവ് ചില രോഗികളെ തന്റെ അടുക്കൽ കൊടുന്നപ്പോൾ അവരോട് ഞാൻ നിന്റെ രോഗം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുകയല്ലായിരുന്നു. നിന്റെ പാപം എന്ത് ചെയ്തിരിക്കുന്നു? മോചിച്ചു വന്നിരിക്കുന്നു. എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പലരും അവനെ ചോദ്യം ചെയ്തു. അങ്ങനെ പല സന്ദർഭങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയിൽ ഒന്നിച്ച് നിന്ന് പത്രോസ് കണ്ടിട്ടുണ്ട്. ആ ചിന്താഗതിയിൽ, ആ ശുശ്രൂഷയുടെ ഓർമ്മയിലായിരിക്കും പത്രോസ് ഇവിടെ പറയുന്നത് എന്ത്? ഐനേയാസേ നീ താനായി തന്നെ എന്ത് ചെയ്യണം? കിടക്ക വിരിച്ചുകൊള്ളുക. ഉടനടി സംഭവിച്ചത് എന്താ? ആ മനുഷ്യൻ എഴുന്നേറ്റു. അവൻ താനായി തന്നെ എഴുന്നേറ്റ് തന്റെ കിടക്കയെല്ലാം ചുരുട്ടി വെച്ച് അവൻ മാറ്റി വിരിച്ച് അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. അവന്റെ ആ സൗഖ്യ നിമിത്തം അവിടെ ഭവിച്ചതെന്താ? ലുദയിലും ഷാരോനിലുമുള്ള അനേകർ ഈ മനുഷ്യന്റെ സൗഖ്യം കണ്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും തുടർന്ന് അവിടെ അനേകർ ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്റെ ശുശ്രൂഷയിലെ അതിപ്രധാനമായ ശുശ്രൂഷയിൽ ഒന്നായിരുന്നു ഇവിടെ ഈ ലുദയിൽ വെച്ച് നടന്ന സംഭവം. അതിന് തനിക്ക് പ്രചോദനം ലഭിക്കുവാൻ സംഗതിയായതും മറ്റൊന്നുമല്ല, തന്റെ അരുമനാഥനിൽ നിന്നും തന്റെ ഗുരുവിൽ നിന്നും താൻ പഠിച്ച പാഠം ഉൾക്കൊണ്ട് താൻ എന്ത് ചെയ്യാണ്? ആ രോഗിയോട് കൽപ്പിക്കുകയാണ്, താനായി തന്നെ എഴുന്നേറ്റ് കിടക്ക മാറ്റി വിരിക്കുക. നാം നമ്മുടെ ശുശ്രൂഷയിൽ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ അരുമനാഥൻ നമുക്ക് കാണിച്ച മാതൃക നാം പിൻപറ്റുക എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇവിടെ നാം ഓർക്കണം, അനേകർ ആ ദേശനിവാസികൾ യേശുവിൽ വിശ്വസിപ്പാൻ കാരണം എന്താ? ഈ ഐനേയാസിന്റെ സൗഖ്യവും ഈ വലിയ ദൈവപ്രവൃത്തിയും കണ്ടിട്ട. അപ്പോൾ ഓർക്കണം, എന്റെ പ്രസംഗത്തെക്കാൾ, എന്റെ മറ്റുള്ള പലതിനേക്കാളും മനുഷ്യൻ കാണുന്നത് എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തെയാ. അത് നാം ഓർക്കണം. നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയും, നമുക്ക് എഴുതുവാൻ കഴിയും, നമുക്ക് പലതിനെ കുറിച്ചും പല അഭിപ്രായം പറയുവാൻ കഴിയും, നമുക്ക് എന്തും ഈ കാലത്ത് ചെയ്യുവാൻ കഴിയും. എന്നാൽ അതിനെല്ലാം ഉപരി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സാക്ഷ്യമാണ്. നമ്മുടെ സാക്ഷ്യം ദൈവസന്നിധിയിൽ നേരായിട്ടുള്ളതും നന്നായിട്ടുള്ളതുമാണെങ്കിൽ നിശ്ചയമായും അനേകർ വിശ്വസിപ്പാൻ കാരണമായി തീരും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട. എല്ലാവർക്കും നന്നായി പാടുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. എല്ലാവർക്കും നന്നായി പോയി മറ്റു പലതും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട. നിന്റെ ജീവിതം കഴിഞ്ഞ കാലങ്ങളിൽ നീ ആയിരുന്ന ഇടത്തു നിന്നും
ദൈവം നിന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ നിന്നിൽ വന്ന രൂപാന്തരവും നിന്നിൽ വന്ന മാറ്റവും നിന്റെ ചുറ്റുപാടുമുള്ളവർ കണ്ടു കഴിയുമ്പോൾ അനേകർ ദൈവത്തിങ്കിലേക്ക് വരും. ഇന്ന് നാം ചെയ്യുന്ന പലതും ദൈവഹിതപ്രകാരമാണോ എന്ന് ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരമാണോ, ദൈവഹിതപ്രകാരമാണോ? അനേകർക്ക് അത് ആശ്വാസമാണോ? അനേകർക്ക് അത് വിശ്വാസത്തിന് കാരണമാണോ? അനേകർക്ക് ദൈവത്തെങ്കിലേക്ക് വരുവാൻ അതൊരു മുഖാന്തരമാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തിയേ മടങ്ങിപ്പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് അതിന്റെ 36 മുതൽ വായിച്ച് 9. അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. ഇവിടെ നോക്കുക, ലുദ്ദയിൽ താൻ പാർക്കുമ്പോൾ ഈ വലിയ ശുശ്രൂഷയൊക്കെ ചെയ്ത് അനയാസിന്റെ വിടുതലൊക്കെ കണ്ട് അനേകം ആളുകൾ വിശ്വസിച്ച് കർത്താവിലേക്ക് വരികയും അവിടെയുള്ള വിശുദ്ധന്മാരുടെ നടുവിൽ താൻ അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് നാളുകൾ അവിടെ പാർക്കുകയാണ്. അങ്ങനെ മഹത്തായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നാം കാണുന്നത്? ലുദ്ദയിൽ നിന്നും സ്തോത്രം തനിക്കൊരു വിളി വരികയാണ്. ലുദ്ദയിൽ നിന്നും യോപ്പയിൽ നിന്നും ഒരു വിളി തനിക്ക് വരികയാണ്. ഈ സ്തോത്രം യാഫ എന്ന് പറയുന്ന ആ സ്ഥലം ലുദ്ദയ്ക്ക് അടുത്താണ്, വളരെ ദൂരമില്ല. യെരൂശലേമിൽ നിന്ന് 35 മൈൽ ദൂരം. പക്ഷേ ലുദ്ദയിൽ നിന്ന് ഒരു 10 മൈൽ അകലം മാത്രം ദൂരമുള്ള ഈ സ്ഥലത്ത് ഒരു സംഭവം നടക്കുന്നു. അവിടെയും ഒരു പറ്റം വിശുദ്ധന്മാരുണ്ട്, ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. അവരുടെ നടുവിൽ വളരെ നല്ല നിലയിൽ സാക്ഷ്യം വഹിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും പാവപ്പെട്ടവരായ സാധുക്കളായ ആളുകൾക്ക് വളരെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു നല്ല സഹോദരി അവരുടെ നടുവിലുണ്ട്. അവളുടെ പേരെന്തുവാ? തബീത. അവിടെ നാം വായിക്കുന്നു, അവൾക്ക് ദീനം പിടിച്ചു. അവൾ എന്ത് ചെയ്തു? ആ ദീനത്തോടുകൂടെ അവൾ മരിച്ചു. അത് അവിടെയുള്ള യോപ്പയിലുള്ള സകല ദൈവമക്കൾക്കും താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വലിയ ദുഃഖമായി തീർന്നു. ഈ സഹോദരിയുടെ പെട്ടെന്നുള്ള വേർപാടും സ്തോത്രം, അപ്പോൾ തന്നെ ആ സഹോദരി ചെയ്തു വന്ന മഹത്തായ ശുശ്രൂഷയും സാധുക്കളോടുള്ള കരുണയും മറ്റ് വിധവമാരോടുള്ള ആ സ്നേഹവും മറ്റുള്ളവർക്കൊരു വലിയ സഹായവുമായിരുന്ന ഈ പ്രിയ സഹോദരിയുടെ വേർപാട് അവിടെയുള്ള സഭയ്ക്ക്, അവിടെയുള്ള വിശുദ്ധന്മാർക്ക് താങ്ങുവാൻ കഴിയുന്നതിലും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതായാലും കർത്താവ് അവളെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ചെയ്യുന്നത്, അവരുടെ പതിവ് അനുസരിച്ച് അവർ നന്നായിട്ട് കുളിപ്പിച്ച് അവളെ എന്ത് ചെയ്തു? മാളിക മുറിയിൽ കിടത്തിയപ്പോൾ അവരുടെ നടുവിൽ ചിലർ ഇങ്ങനെ സംസാരിച്ചു. ലുദ്ദയിൽ ദൈവത്തിന്റെ ദാസനായ പത്രോസ് ഉണ്ടല്ലോ, നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് വിളിക്കാം. ദൈവം ഒരു പരിഹാരം ഈ വിഷയത്തിൽ നമുക്ക് തരും എന്നുള്ള നിശ്ചയത്തോടുകൂടെ എന്ത് ചെയ്തു? യോപ്പയിൽ നിന്നും ലുദ്ദയിലേക്ക് പത്രോസിനെ തേടി പോകുന്ന ഒരു പറ്റം ആളുകൾ. ഈ യാപ്പ അല്ലെങ്കിൽ യോഫ എന്നൊക്കെ പറയുന്ന സ്ഥലം ദൈവവചനത്തിൽ ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവത്തിന്റെ പ്രവാചകനായ യോനായോട് ദൈവം അരുളി ചെയ്തു, നിനവയിലേക്ക് ചെന്നിട്ട് നിനവയ്ക്കെതിരായി പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? 40 ദിവസത്തിനകം നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ പട്ടണം മുഴുവനും, നിനവെ മുഴുവനും എന്ത് ചെയ്യും? നശിച്ചു പോകും. നമുക്കറിയാം,
യോനയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താ? ദൈവം കരുണയുള്ള ദൈവമായിരുന്നു എന്ന് യോനായ്ക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് യോന സ്തോത്രം എന്ത് ചെയ്തു? ആ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചിട്ട് നിനവയ്ക്ക് പോകുവാൻ താല്പര്യമില്ലാതെ യോപ്പയിലേക്ക് ചെന്നിട്ട് യോപ്പയിൽ നിന്ന് ഒരു തർശീസ് കപ്പൽ കണ്ട് അതിൽ യാത്ര ചെയ്ത് വേറെ ഇടത്തേക്ക് തർശീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കണം, അപ്പോൾ ഈ യോപ്പ എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ്. അന്നത്തെ കാലത്തെ പ്രസിദ്ധമായൊരു പട്ടണമാണ് ഈ പട്ടണം. സ്തോത്രം, ഈ പട്ടണത്തിലേക്ക് എന്ത് ചെയ്തു? യോന ചെന്ന് അവിടെ നിന്നും കപ്പൽ കയറി പോവുകയാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ശലോമോൻ രാജത്വം ഏറ്റെടുത്തു കഴിഞ്ഞ് ദേവാലയം പണിയുവാൻ വേണ്ടി താൻ ആഗ്രഹിക്കുമ്പോൾ ശലോമോൻ എന്ത് ചെയ്യുന്നു? അസൂര്യനോട് അവൻ മരങ്ങളും ചെമ്പും പനിയുമൊക്കെ, ചെമ്പും ഇരുമ്പും മറ്റുള്ള ലോഹങ്ങളിൽ കൊത്തിയുണ്ടാക്കുവാൻ പ്രാപ്തരായ ആളുകളെയും തരണമെന്ന് പറഞ്ഞ് അവിടുത്തെ രാജാവിനോട് താൻ അപേക്ഷിക്കുമ്പോൾ ദാവീദിന്റെ സ്നേഹിതനായിരുന്ന അവിടുത്തെ രാജാവ് ശലോമോനോട് പറയുന്നൊരു കാര്യമുണ്ട്. രാജാവേ, എന്റെ സ്നേഹിതനും നിന്റെ അപ്പനുമായ ദാവീദിന് പകരം ദൈവം തനിക്ക് മഹാനായ ഒരു മകനെ കൊടുത്തു. അപ്പോൾ അവിടെ പറയും, നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ആലയം പണിക്കുള്ള എല്ലാ സഹായവും ഞാൻ നിനക്ക് ചെയ്യാം. എന്റെ ആളുകളെ വിട്ട് ഞാൻ എന്ത് ചെയ്യാം? മരം മുറിക്കാം. എന്താ? ഈ ലബാനോനിലെ ദേവദാരുക്കളെ മുറിച്ച് ഞാൻ യോഫ വരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? അവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കാം. അവിടെ നിന്ന് നീ എന്ത് ചെയ്യണം? ആളുകളെ വെച്ച് നീ കൊണ്ടുപോക്കണം. അപ്പൊ നോക്കണം, ഈ യോഫ പ്രസിദ്ധമാ പണ്ട് മുതലേ. ആ തുറമുഖ പട്ടണത്തിലേക്കാണ് പത്രോസ് ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാ? തബീത എന്ന ആ സഹോദരിയുടെ വേർപാടിൽ. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം, താൻ അവിടെ ചെല്ലുകയാണ്. താൻ അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? ഒരുപറ്റം ആളുകൾ, സഹോദരിമാർ ഈ മരിച്ചു കിടക്കുന്ന സഹോദരിയുടെ ചുറ്റും ഇരുന്ന് കരയുക, നിലവിളിക്കുക. കുറച്ചുപേർ അവൾ തുന്നിക്കൊടുത്ത വസ്ത്രങ്ങളും കമ്പിളിപ്പുതപ്പോലും ഒക്കെ ഉയർത്തി കാട്ടി, ഇനി ആര് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആര് ഞങ്ങളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട് കരയുകയാണ്. പത്രോസ് അവിടെ ചെയ്യുന്നത് എന്താ? നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന അവരെ എല്ലാം പുറത്തിറക്കി താൻ വാതിലടച്ചു. വാതിലടച്ചിട്ട് താൻ അവിടെ മുട്ടുകുത്തി എന്ത് ചെയ്തു? കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. യേശു ക്രിസ്തുവും പൗലോസും ഒഴികെ മറ്റ് അപ്പോസ്തലന്മാർ ആരും ചെയ്യാത്തൊരു വലിയ പ്രവൃത്തിയാണ് താൻ ഇവിടെ ചെയ്യുവാൻ പോകുന്നത്. പൗലോസ് ഒരിക്കൽ ഒരുത്തിനെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതാരെയാ? സ്തോത്രം, യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കിളിവാതിക്കൽ ഇരുന്ന് ദൈവവചന ശുശ്രൂഷയുടെ ഇടയിൽ ഉറങ്ങി കിളിവാതിൽ കൂടെ താഴെ വീണു. അവൻ മൃതപ്രായനായി മരിച്ചുപോയി. അവന്റെ അടുക്കൽ പത്രോസ് വേഗം പ്രസംഗം നിർത്തി ഇറങ്ങി വന്ന് അവന്റെ മേൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ ജീവനോടെ ആ ബാലകനെ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ച് അവന്റെ മാതാപിതാക്കന്മാർക്ക് കൊടുത്തു. അതുപോലെ തന്നെ പത്രോസ്, സ്തോത്രം, ഏറ്റവും മാതൃകാപരമായി ഇവിടെ വേറൊരു പ്രവൃത്തി ചെയ്യുകയാണ്. ആ മാതൃക താൻ സ്വീകരിച്ചത് ആരിൽ കൂടെയാണെന്നറിയാമോ? തന്റെ ഗുരുവിൽ നിന്നാണ്. നമുക്കറിയാം, യായിറോസിന്റെ ഭവനത്തിൽ യേശുവും ശിഷ്യന്മാരും ആ മകളെ ഉയർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ അവിടെയും കരഞ്ഞ് നിലവിളിക്കുന്ന ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്നു. ആ കരഞ്ഞ് നിലവിളിക്കുന്ന ആ ഒരുപറ്റം ആളുകൾ, അപ്പോൾ തന്നെ പുറത്ത് പലരും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വേറൊരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. കാരണം മരണം കഴിഞ്ഞിട്ട് മണിക്കൂറുകളായി, ഇനി നീ വന്നാൽ എന്താ ഗുണം, നീ ഇനി എന്ത് ചെയ്യാനുള്ള ഭാവത്തിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നുള്ള ചിന്തയോടുകൂടെ പരിഹസിക്കുകയും അവനെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ. അപ്പോൾ തന്നെ അകത്തിരുന്ന് എന്ത് ചെയ്യുന്നു? കരയുകയും മാറത്തടിക്കുകയും ചെയ്യുന്ന വേറൊരു പറ്റം ആളുകൾ. അവരെയെല്ലാം, കരയുന്നവരെയും പരിഹാസികളെയെല്ലാം അടിമനാഥൻ പുറത്താക്കിയിട്ട്, സ്തോത്രം, തന്നോടുകൂടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ മാത്രം കൂടെ നിർത്തി എല്ലാവരെയും പുറത്തിറക്കിയതിന് ശേഷം സ്ഥാനം ചെയ്ത് തന്റെ പിതാവിനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, സ്തോത്രം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബാലേ
എഴുന്നേൽക്ക തലീഥാ കൂമി എന്നവൻ ഉറക്കെ ആരാമ്യ ഭാഷയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ, സ്തോത്രം, മരിച്ചു കിടന്ന 12 വയസ്സുള്ള ആ യായിറോസിന്റെ ഏക മകൻ എന്ത് ചെയ്തു? അവന്റെ വിളിയുടെ ശബ്ദത്താൽ അവൾ ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, അവൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ആ ചിന്ത ആർക്കുണ്ട്? ആ കാര്യം പത്രോസിന്റെ ഹൃദയത്തിലുണ്ട്. അവൻ അവിടെ വിലപിക്കുന്നവരെയും വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും എല്ലാം എന്ത് ചെയ്തു? അവൻ പുറത്താക്കിയിട്ട് അവിടെ മുത്തിന്മേൽ ഹല്ലേലൂയ മുട്ടുകുത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്താ? താവീദേ, എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആ ഒറ്റ വാക്കിന്റെ ശബ്ദത്തിന് മുൻപിൽ മരിച്ചു കിടന്ന, അടക്കത്തിന് വേണ്ടി കുളിപ്പിച്ച് സജ്ജമാക്കി കിടന്ന തബീത എന്ത് ചെയ്തു? അവൾ കിടന്ന കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ നോക്കുകയാണ്. അവൾ ആശ്ചര്യപ്പെടുകയാണ്. അവളെ പിടിച്ചെന്ത് ചെയ്തു? അവൾക്ക് കൈ കൊടുത്ത് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കരയുന്നവരുടെ മുൻപിൽ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവരെ ഉയർത്തുന്ന ശുശ്രൂഷയായിരിക്കണം. കരം കൊടുക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പിന്നെയും നാം താഴ്ത്തുവാനല്ല ആഗ്രഹിക്കേണ്ടത്. എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കരം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിന്റെ ശുശ്രൂഷയാൽ, നിന്റെ പ്രസംഗത്താൽ, നിന്റെ എഴുത്തിനാൽ, നിന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി നീ മാറണം. അനേകർക്ക് നീ ഒരു വിടുതലായി ഭവിക്കണം. എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? എഴുന്നേൽക്കുവാൻ നീ കരം കൊടുക്കണം. ഞാനൊരു വലിയ അപ്പോസ്തലനാ, യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോസ്തലനാ, വേണമെങ്കിൽ നീ എഴുന്നേറ്റുവാന്നല്ല. മരിച്ചു കിടന്ന അവളെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന അത്ഭുത പരതന്ത്രയായി 4 ചുറ്റും നോക്കുന്ന അവൾക്ക് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് കരയുന്നവരുടെ അടുക്കലേക്ക് അവളെ കൊണ്ടുവന്ന്, സ്തോത്രം, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ആശ്വാസമാകണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് എല്ലാം മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായി മാറണം. നമ്മുടെ നോട്ടം മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന നോട്ടമാകരുത്. സ്തോത്രം. ചിലരുടെ നോട്ടം കണ്ടാൽ പേടിച്ചു പോകും. അല്ല, നമ്മുടെ നോട്ടം പേടിപ്പിക്കുന്ന നോട്ടമല്ല, നമ്മുടെ നോട്ടം ആശ്വാസത്തിന്റെ നോട്ടമാണ്. സ്തോത്രം. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിൽ ഭിക്ഷ യാചിക്കേണ്ടതിന് ഒരു മനുഷ്യനെ കൊണ്ട് ഇരുത്തുക പതിവുണ്ടായിരുന്നു. സുന്ദരമെന്ന ആ ദൈവാലയ ഗോപുരത്തിങ്കൽ നിത്യവും അവനെ ചുമന്നുകൊണ്ടിരുത്തുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ആദായം മുഴുവനും ആർക്കാ? സ്തോത്രം, ഈ ചുമന്നുകൊണ്ടുവരുന്നവനാ. ഈ ഭിക്ഷ രാവിലെ മുതൽ സന്ധ്യ വരെ എടുക്കുന്ന ഇവനൊന്നുമില്ല, വല്ല അല്പസ്വല്പം കിട്ടും. ചുമന്നുകൊണ്ടിരുത്തുന്നവർക്ക് ആദായം മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. യേശു താൻ പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന കാലത്തും ഈ മനുഷ്യൻ യെരൂശലേം ദൈവാലയത്തിൽ ഭിക്ഷയെടുക്കുന്നുണ്ട്. സ്തോത്രം. യേശു അനേകരെ, രോഗികളെ സൗഖ്യമാക്കുകയും മുടന്തരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവനും കേട്ടിട്ടുണ്ട്. ഇവനും ഒരു പക്ഷേ ഇവനെ ചുമന്നുകൊണ്ട് വരുന്നവരോട് പറഞ്ഞു കാണും, എന്നെ യേശുവിന്റെ ആ ശുശ്രൂഷ, യേശു വരുമ്പോൾ അവിടെ എങ്ങനെ ഒന്ന് കൊണ്ടുപോകാൻ. പക്ഷേ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആരും അവനെ, യേശുവിനെ കാണാൻ സമ്മതിക്കത്തില്ലെന്ന്. യേശു ഈ ദൈവാലയത്തിന്റെ ഗോപുരം വഴി വരികയാണെങ്കിൽ ചുമക്കുന്നവർ അവനെ പൊക്കിയെടുത്ത് വേറെ എടുത്തു കൊണ്ടിരുന്നു. കാരണം യേശുവിന്റെ കണ്ണിൽപ്പെട്ടാൽ അവൻ സൗഖ്യം പ്രാപിച്ചേക്കും. അല്ലേ? എന്നിട്ട് ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത്, യേശുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ചുമന്നുകൊണ്ട് നടക്കുന്നവർ ഇങ്ങനെ ചിന്തിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? അയ്യോ, ആ മനുഷ്യന്റെ, സ്തോത്രം, ശല്യം തീർന്നു, ഇനി ഇവൻ എന്നിവിടെ ഇരുന്നോളും, ഇവൻ ഇനി എന്നിവിടെ ഇരുന്നോളും, നമുക്കെന്നും എന്ത് ചെയ്യും?
വരുമാനം കിട്ടും. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെ: ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ആരെല്ലാം ചുമക്കുന്നവർ നിന്നെ മാറ്റി മാറ്റി ഇരുത്തിയാലും എവിടെല്ലാം കൊണ്ടുപോയാലും ദൈവത്തിന്റെ പ്രവൃത്തി അവൻ തക്ക സമയത്ത് തന്നെ അവൻ ചെയ്തെടുക്കും. യേശു ശാരീരികമായിട്ട് അവിടെ ഇല്ലെങ്കിലും യേശുവിന്റെ ശിഷ്യന്മാർ അവിടെയുണ്ട്. പത്രോസും യാക്കോബും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ വല്ലതും തനിക്ക് കിട്ടുമെന്ന് കണ്ട് അവനെ എന്ത് ചെയ്തു? അവൻ ഉറ്റുനോക്കി. സ്തോത്രം. ഉടനെ അവിടെ നാം വായിക്കുന്നുണ്ടെന്നറിയാമോ? പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. ഉറ്റുനോക്കിയെന്നാ. പേടിപ്പിക്കുന്ന നോട്ടമല്ലായിരുന്നു, അവനെ വേദനിപ്പിക്കുന്ന നോട്ടമല്ലായിരുന്നു. എന്തോ ചില അത്ഭുതങ്ങളുടെ നോട്ടമാ, ചില വിടുതലിന്റെ നോട്ടമാ, ഏതോ ചിലത് ഇവിടെ നടക്കുവാൻ പോകുന്നു എന്നുള്ളതിന്റെ നോട്ടമാ. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ നോട്ടം ആ നിലയിലായിരിക്കണം. കർത്താവേ, എനിക്ക് ചിലത് പ്രാപിക്കണം. ഇന്ന് പകൽക്കാലം എനിക്ക് ചിലത് പ്രാപിച്ചു വേണം ഇവിടുന്ന് അടങ്ങിപ്പോകുവാൻ. എന്നും വന്നിരുന്ന് എന്നും കണ്ടുകേട്ട് പോകുന്നവരായിട്ടല്ല. ഞാൻ എന്തിനാ ഇവിടെ വരുന്നെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ദൈവസന്നിധിയിൽ വരുന്നത്, സ്തോത്രം, വലിയ കാര്യമൊന്നുമല്ല. എന്തിനാ പോകുന്നത്? ഇന്നലെ കണ്ടവരെയല്ലേ ഇന്നും കാണുന്നല്ലേ? ഇന്നലെ ഉണ്ടായിരുന്ന ഉപദേശിയാ ഇന്നും ഇവിടെ ഉള്ളത്, ഇന്നലെ ഉണ്ടായിരുന്ന ആളുകളാ ഇന്നും ഇവിടെ ഉള്ളത്. എന്നുവെന്ന് ഇവരെ തന്നെ കാണാൻ ഞാൻ പോണോ? അല്ലല്ല, നീ അവരെ കാണാനല്ല പോകേണ്ടത്. നിനക്ക് ദൈവവുമായിട്ടാ ഒരു ബന്ധം, നിന്നെ രക്ഷിച്ച കർത്താവുമായിട്ടാ നിനക്കൊരു ബന്ധം. അവൻ ഓരോ ദിവസവും പുത്തൻ പുത്തൻ അനുഭവം തരുവാൻ വിശ്വസ്തനാ, പുതിയ പുതിയ കൃപ നിനക്ക് തരുവാൻ വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം നാം ഓർക്കണം, നമ്മെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഒരു വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ യോപ്പയിൽ, അവിടെ നാം വായിക്കുന്നു, പിന്നെ താൻ ലുദ്ദയിലേക്ക് പോയില്ല, യോപ്പയിൽ പാർക്കുക. യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ വളരെ നാളുകൾ പാർത്തു. ഈ തോൽക്കൊല്ലനായ ശിമോൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ്, സ്തോത്രം, തോൽ ബിസിനസ്സാ. ഒരു പക്ഷേ ഒരു വലിയ ബിസിനസ്സുകാരനായിരിക്കും അയാള്. പക്ഷെ ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരിക്കലും അവൻ ഈ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചത്ത മൃഗങ്ങളുടെ തോല എടുത്ത് അവരെന്ത് ചെയ്യുന്നത്? മറ്റു വസ്തുവാക്കി മാറ്റി ഉള്ള പണികൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ചത്ത മൃഗം, ലേവ്യ പുസ്തകം 11-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. യഹൂദനെ സംബന്ധിച്ച് ദൈവം വിലക്കിയിരിക്കുന്ന അനേക കാര്യങ്ങൾ അവിടെ ഉണ്ട്. തന്റെ പാരമ്പര്യം ഒരിക്കലും ആ വീട്ടിൽ പാർക്കുവാൻ തന്നെ അനുവദിക്കത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, അടുത്ത് നടക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്റെ ഭക്തനെ ഒരുക്കുന്നത് ഈ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ വെച്ച. ഹല്ലേലൂയ. അടുത്ത് നടക്കുന്ന ശുശ്രൂഷ എന്തെന്നറിയാമോ? കൊർന്നല്യോസിന്റെ വിടുതല, ജാതികളിലേക്ക് രക്ഷ പോവുക. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ജാതീയ വിശ്വാസി ദൈവസഭയിൽ വന്നത് കൊർന്നല്യോസും കുടുംബവുമാണ്. ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ഭക്തനെ ദൈവം ഒരുക്കിയെടുത്തത്, സ്തോത്രം, തന്റെ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല. പലപ്പോഴും പാരമ്പര്യങ്ങൾ നമ്മെ പലതിൽ നിന്നും വിലക്കും. ഞാനൊരു ഇന്നാരാ, അതുകൊണ്ട് എനിക്കതൊക്കത്തില്ല അല്ലേ? പക്ഷേ എൻ്റെ ദൈവം പാരമ്പര്യങ്ങളെ നോക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവത്തിന് മുൻപിൽ പാരമ്പര്യങ്ങളൊന്നും വില പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദൈവഭൃത്യനെ ദൈവം ഒരുക്കിയെടുക്കുകയാ തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ. നിങ്ങൾ ഓർക്കണം, യോപ്പയിൽ ഒരു പറ്റം വിശ്വാസികൾ ആനന്ദിക്കുക. കാരണം എന്താ? തബീനെ തിരിച്ചു കിട്ടി. മാത്രമല്ല, പത്രോസിന്റെ ശുശ്രൂഷ ആ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നും പത്രോസിന്റെ ശുശ്രൂഷ ആ സഭയിൽ നടക്കുക. എത്ര വലിയ സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ നിവാസികൾക്ക് എന്തൊരു ആനന്ദമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു വിശപ്പ് കയറി.
ഒരു വലിയ വിശപ്പ്. ആ വിശപ്പ് അതികഠിനമായിരുന്നു. വല്ലതൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ അന്നേരം കഴിക്കുവാൻ പെട്ടെന്ന് എടുത്തു കൊടുക്കത്തക്കവണ്ണം ഒന്നുമില്ല. അവന് വേണ്ടി അവിടെ ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കുക. ആ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ താനൊന്ന് മയങ്ങിപ്പോയി. താനങ്ങ് മയങ്ങിപ്പോയിട്ട് ഒരു വലിയ ദർശനം കാണുകയാണ്. എന്താ ദർശനം? ആകാശത്ത് നിന്ന് ഒരു പെട്ടി, ഒരു തുപ്പെട്ടി ഇറങ്ങി വരുന്നു. ഭൂമിയിലുള്ള സകല ഇഴജാതികളും നാൽക്കാലികളും പറവകളും എല്ലാം അതിനകത്തുണ്ട്. താൻ നോക്കുമ്പോൾ ഇതെന്തൊരു കാഴ്ചയാ! ഭൂലോകത്തിലുള്ള സകല ഇഴജാതികളും നാൽക്കാലികളും പറവകളും എല്ലാം അടങ്ങിയ ഒരു പെട്ടി, ഒരു തുപ്പെട്ടി ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ടൊരു ശബ്ദം, പത്രോസേ, ആറുത്തു ഭക്ഷിക്ക. ഉടനെ അദ്ദേഹം പറയുക, അരുത് കർത്താവേ, അരുത്, ഞാൻ ചെയ്യത്തില്ല. ഞാൻ ആരാ? പ്രമാണം കിട്ടിയ ഒരു യഹൂദനാ. അശുദ്ധമായതൊന്നും ഞാൻ ചെയ്യത്തില്ല, അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല. പക്ഷെ താമസം എവിടെയാ? തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിലാ. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാവശ്യം ഇത് ആവർത്തിച്ചു. വീണ്ടും ദൈവം അതേ ദർശനം കൊടുത്തു. വീണ്ടും ദൈവം സംസാരിച്ചു. അവസാനം ദൈവം പറയാണ്, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നുവോ? അതെ, ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് ലോകത്തിൽ ഒരു ശക്തിക്കും പറയുവാൻ കഴിയത്തില്ല. എഴുന്നേറ്റ് അടുത്ത് ഭക്ഷിപ്പാൻ പറഞ്ഞു. അങ്ങനെ ഈ ദർശനം കണ്ട് വ്യാകുലനായിട്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കൈസരിയിൽ നിന്നും ഒരു കോള്. സ്തോത്രം. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു ജാതീയ മനുഷ്യനാണ്. സ്തോത്രം, ഒരു റോമൻ പൗരനാണ്. മാത്രമല്ല ഒരു റോമൻ സൈന്യാധിപനാണ്. അവന്റെ അധീനതയിൽ 100 പട്ടാളക്കാരുണ്ട്. അവൻ കൈസരിയിൽ പാർക്കും. പക്ഷേ അദ്ദേഹത്തിന് ദൈവവുമായിട്ടുള്ള വലിയ ബന്ധമുണ്ട്. എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ അറിയണമെന്നൊരു ചിന്തയുണ്ട്. അതിനവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? വലിയ ദാനധർമ്മങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തെ അറിയണം എന്നുള്ള ചിന്തയാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം നിന്നെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവരും. ഓർത്തോണം, യഥാർത്ഥമായിട്ട് നിനക്ക് ദൈവത്തെ അറിയണമെന്നൊരു താല്പര്യം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിന്റെ വാഞ്ച സ്തോത്രം ദൈവത്തെ അറിയണമെന്ന് തന്നെയാണെങ്കിൽ, നീ ചെയ്യുന്ന നന്മയുണ്ടല്ലോ, നീ ചെയ്യുന്ന നല്ല ആ സൽപ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെ സ്വർഗം കണ്ടിട്ട് നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വിശുദ്ധന്മാരുടെ പന്തിയിൽ കൊണ്ടുവരും. ഈ കൊർന്നല്യോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതുവാഹിയായ ദൂതൻ തന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് പറയുകയാ, കൊർന്നല്യോസേ എന്ന് വിളിച്ചു. താൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭയപ്പെട്ടു പോയി. ആദ്യമായിട്ടൊരു കാഴ്ച. ദൈവത്തിന്റെ ദൂതൻ. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? പറയാണ്, യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ എൻ്റെ ദാസനായ പത്രോസ് പാർക്കുന്നുണ്ട്. അവനെ വിളിക്ക്, നീ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ നിന്നോട് കൽപ്പിക്കും. ഈ ദൂതൻ അങ്ങ് നേരിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ? ചിലർ പറയും, കർത്താവ് എന്നോട് പറയാമെങ്കിൽ ഞാൻ സ്നാനപ്പെടാം. അല്ലെങ്കിൽ ഒരു ദൂതനെ എനിക്ക് വേണ്ടി അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? സ്നാനപ്പെടാം. ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാം. സ്തോത്രം. ദൈവം ഈ മഹത്തായ ദൂത് പ്രഖ്യാപിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതന്മാരെയല്ല, സ്തോത്രം, തന്റെ സഭയാ. തന്റെ സഭയാ. വിശുദ്ധന്മാരായ നമ്മെ ഓരോരുത്തരെയുമാ. നമ്മെ അവഗണിക്കുന്നു എന്നുള്ള ചിന്ത നാം അങ്ങ് മാറ്റിക്കളെ. കർത്താവിനെ അവഗണിച്ച ലോകം നമ്മയും അവഗണിക്കും. പക്ഷേ ഞാനും നീയും ചെയ്യേണ്ടത് ഞാനും നീയും ചെയ്തിരിക്കണം. കൊർന്നല്യോസ് വേഗം തന്റെ പട്ടാളക്കാരിൽ ചിലരെ വിളിച്ച് യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ അയച്ചു. അവിടെ ചെന്ന് ഈ പട്ടാളക്കാർ വിളിച്ചു ചോദിച്ചു, ഇതാണോ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്? അതെ. ഇവിടെ പത്രോസ് എന്ന് പേരുള്ള ഒരാൾ പാർക്കുന്നുണ്ടോ? ഉണ്ട്. പത്രോസ് ഇറങ്ങിച്ചെന്ന് എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. പറഞ്ഞ്, ഞങ്ങളുടെ യജമാനൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ദർശനം കണ്ടു, നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുക. പെട്ടെന്ന് തനിക്ക് ക്ലിക്ക് ചെയ്തു. കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ദൈവം എന്നെ കാണിച്ച സ്തോത്രം ആ ദർശനം ഇതായിരുന്നല്ലോ.
ജാതികളുടെ നടുവിലേക്ക് ദൈവം എന്നെ അയക്കുകയാണല്ലോ. യഹൂദന്മാരുടെ നടുവിൽ മാത്രം പ്രവർത്തിച്ച് യഹൂദന്മാരോട് കൂടെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച എന്നെ ജാതികളിലേക്ക് തിരിക്കുവാൻ ദൈവം കാണിച്ച ദർശനമാണല്ലോ. അതുകൊണ്ട് ദൈവം വിശുദ്ധീകരിച്ചതിനെ ഞാൻ മലിനമെന്ന് പറയുവാൻ പാടില്ല. അവൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ വിളിപ്പാൻ വന്നവരുടെ കൂടെ എന്ത് ചെയ്തു? സ്തോത്രം, താൻ കൈസരിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ കാഴ്ച? ഒരുക്കപ്പെട്ട ഒരു കൂട്ടം. കൊർന്നേല്യോസ് തനിക്കുള്ള എല്ലാവരെയും, തൻ്റെ സ്നേഹിതന്മാരെയും തൻ്റെ ബന്ധുമിത്രാദികളെയും തനിക്കറിയാവുന്ന എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടി സ്തോത്രം എന്ത് ചെയ്യുകയാണ്? അവർ കാത്തിരിക്കുക പത്രോസിന് വേണ്ടി. അവിടെ കടന്നു ചെന്നു. ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദർശനവും അതിനെ തുടർന്ന് യേശു കർത്താവിനെ കുറിച്ചും ശക്തമായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ നടുവിൽ, ദൈവവചന ശുശ്രൂഷയുടെ നടുവിൽ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നിങ്ങൾ ഓർക്കണം, പെന്തക്കോസ്ത് നാളിന് ശേഷം ഏകദേശം 10 വർഷം കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണിത്. പരിശുദ്ധാത്മാവ് നിന്നുപോയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏകദേശം 10 വർഷമായി. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞിട്ട് 10 വർഷമായിരിക്കുകയാണ്. ഉടനെ പത്രോസ് പറയുക, അയ്യോ, ദൈവവചനം കേൾക്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം തൻ്റെ ഈ ജനത്തെ അഭിഷേകം ചെയ്തുവെങ്കിൽ ഇനിയും സ്നാനം കൊടുക്കാൻ കഴിയാത്തവണ്ണം ആർക്ക് ഇവരെ വെള്ളം കൊണ്ട് വിലക്കുവാൻ കഴിയും? അതുകൊണ്ട് നാം വായിക്കുന്നു, പത്രോസ് അവരെ എല്ലാവരെയും എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. ഒരു ജാതീയ സഭ കൈസരിയിൽ തുടക്കമിട്ടു. സ്തോത്രം. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട പ്രത്യേക 3 ശുശ്രൂഷകളാണ് ദൈവം തന്റെ ദാസനായ പത്രോസിനെ കൊണ്ട് ചെയ്യിച്ചതിൽ പ്രധാനപ്പെട്ട 3 ശുശ്രൂഷകളാണ്. അത് വ്യത്യസ്തമായ നിലകളിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.